3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടത് എന്നാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടത്. എന്താണ് ശാസിക്കപ്പെടേണ്ടത്? ശാസന, ശിക്ഷ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൽപ്പന, കൽപ്പനകൾ, ശിക്ഷകൾ, ശാസനകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ശാസിക്കപ്പെടേണ്ടതാണ് ശാസ്ത്രം. കൽപ്പിക്കുന്നു, കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ അവിടെ ഉണ്ട്. ശാസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അംഗീകൃതമായിട്ടുള്ള കാര്യത്തെ പ്രകടിപ്പിക്കുന്നതാകും. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയുടെ ഒരു അംശം അതിനകത്ത് വരും. കൽപ്പന കേൾക്കുമ്പോൾ രാജകൽപ്പന, രാജശാസന എന്നൊക്കെ പറയും. പിന്നെന്താണ് ശിക്ഷ? ശിക്ഷ ആകുമ്പോൾ രാജാവിന്റെ അതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പിന്റെ ഇതിലേക്ക് വന്നു എന്ന് മനസ്സിലാകും. രാജാവിന് മാത്രമല്ല, ശിക്ഷ ഗുരുനാഥന്മാരെല്ലാം ശിക്ഷ കൊടുക്കാറുണ്ട്. അപ്പോൾ കൽപ്പന, ശാസന, ശിക്ഷ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിലേക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതിനെപ്പറ്റി ഉള്ള കാര്യമാണ്. ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യത്തെ പറയുന്നതാണ് ശാസന. അതെന്താണ്? ശാസ്ത്രം, ശാസിക്കപ്പെടേണ്ടത്. ശാസിക്കപ്പെടേണ്ടത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു സമൂഹം അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ശാസ്ത്രം. കൽപ്പന എന്ന് പറയുമ്പോൾ അതിനകത്ത് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കൽപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഒരു ഭാവനയുടെ അംശമുണ്ട്. സങ്കൽപ്പം എന്നൊക്കെ പറയില്ലേ, സങ്കൽപ്പം, അതിനകത്ത് ഒരു ഭാവന ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് അനുഭവം വരുന്നതല്ല, അത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളിന്റെ ഒരു സങ്കല്പത്തിലുള്ളത് വെച്ചുകൊണ്ടും കൂടിയാണ് അത് ഒരു നിർബന്ധ ബുദ്ധിയോടെ പറയുന്നത്, ഇന്ന ചെയ്യണം. പിന്നെ എന്താണ് കൽപ്പന? അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശിക്ഷ. ശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും അത് ശിക്ഷ, കൽപ്പം, നിരുക്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ശാസ്ത്രങ്ങൾ, അതൊക്കെ ശാസിക്കേണ്ടതാണ്. ശാസ്ത്രങ്ങളും ദർശനങ്ങളും വേദ പഠനത്തിന്റെ സമയത്ത് വേദം പഠിക്കുന്നതിലേക്ക് ശാസ്ത്രങ്ങളായിട്ടും ദർശനങ്ങളായിട്ടും ഉള്ള അംഗങ്ങൾ വേദത്തിനുണ്ട്. അതെന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിലാണ് ഈ വേദം പഠിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? അത് ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇങ്ങനെ 6 ശാസ്ത്രങ്ങൾ. അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള കൃത്യത വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഈ 6 ശാസ്ത്രങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശിക്ഷയുണ്ടായിരിക്കണം ആദ്യം. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ വിദ്യ പകർന്നു കൊടുക്കണതിനെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
നന്മതിന്മകളെ എന്തും അറിവിനെ പകർന്നു കൊടുക്കുന്നതാണ് ശിക്ഷ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ശിക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരാളെ ഇന്ന കുറ്റത്തിന് ശിക്ഷിച്ചു. ആ ആളെ അല്ല വാസ്തവത്തിൽ ശിക്ഷിക്കുന്നത്. ഒരു വലിയ ഒരു കുറ്റം ചെയ്തു, അയാളെ തൂക്കിക്കൊല്ലാൻ ആയിട്ടുള്ള ശിക്ഷയാണ് കൊടുത്തത്. അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നില്ല, അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ആരെയാണ് ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങൾക്കായാണ് അതിലുള്ള ശിക്ഷയുടെ വശം ജനങ്ങൾക്കുള്ളതും. അയാളെ അതിന് കരുവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു കുറ്റം ഇന്ന കുറ്റങ്ങൾ ചെയ്താൽ, നിരന്തരമായിട്ട് ഇന്ന കുറ്റങ്ങൾ ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടാൻ പറ്റാത്ത വിധം അയാളുടെ മനോബുദ്ധി അഹങ്കാരങ്ങൾ മാറിയിരിക്കുമ്പോൾ അയാൾക്ക് ഇവിടെ ജീവിക്കാൻ രക്ഷയില്ല. അയാളെക്കൊണ്ട് സമൂഹത്തിന് ജീവിക്കാൻ രക്ഷയില്ല. അപ്പോൾ എന്തു ചെയ്യും? അയാളെ ശിക്ഷിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അയാളെ ശിക്ഷിക്കുകയല്ല, അയാളെ രക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിനെ രക്ഷിക്കുകയാണ്. അയാളെ ഇവിടുന്ന് മാറ്റി നിർത്തുന്നത് വഴി അയാളെയും സമൂഹത്തിനെയും രക്ഷിക്കുകയാണ്. എന്താണ് കാര്യം? സമൂഹത്തിനാണ് ശിക്ഷ കൊടുക്കുന്നതും അയാൾക്ക് രക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ഉള്ള വിധി വരുമ്പോൾ ഇളപ്പിടിച്ച് ഒരു കാരാഗ്രഹത്തിലടച്ചു, ഇത്ര നാളത്തേക്ക് ഇന്ന വിധത്തിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ എന്താണ് ഇവിടുത്തെ സാമൂഹ്യ നിയമങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അയാളുടെ സ്വഭാവത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അയാളെ ശിക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ശിക്ഷ കൊണ്ടൊന്നും അയാൾക്ക് മാറ്റം വരില്ല എന്ന് പറയുകയാണെങ്കിൽ, അയാൾക്ക് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് അയാൾക്ക് മാറ്റം വരാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയാൾക്ക് ഇവിടെ ഈ സൊസൈറ്റിയായിട്ടുള്ള ആ ജീവിതം ദുസ്സഹമായിരിക്കും. അയാളെക്കൊണ്ട് സൊസൈറ്റിക്കും പ്രവർത്തനങ്ങൾ ദുസ്സഹമായി മാറും. അപ്പോൾ രണ്ടു കൂട്ടർക്കും, അയാൾക്കും ഈ സൊസൈറ്റിക്കും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ മരണത്തിന് വിധിച്ചു. മരണത്തിലേക്ക് പോകാൻ വിധിക്കുകയാണ് ചെയ്യുക. ഏതു വിധത്തിലായാലും അത് അയാൾക്ക് രക്ഷയാണ്. എന്ന് പറഞ്ഞാൽ നന്നാകാൻ സാധ്യതയില്ലാത്ത ഒരാളെ ജയിലിലടച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ജയിലിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അയാൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും അവസരം കൊടുക്കുകയാണ്. ആ അവസരത്തിൽ നിന്നും അയാൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രാപ്തനല്ല എന്ന് വരുമ്പോൾ ആ സ്ഥിതിയിലാണ് അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്. അത് എന്താണ്? അയാളെയും സൊസൈറ്റിയെയും രക്ഷിക്കുകയാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്കൂളുകൾ, വിദ്യാലയങ്ങളിലാണ് ശിക്ഷ നടപ്പാക്കുന്നത്. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആശയത്തെ മനസ്സിലാക്കിക്കാൻ ഉള്ള ശ്രമമാണ് ശിക്ഷ. ഇവിടെ അതുകൊണ്ടാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനെ പകർന്നു കൊടുക്കുന്നതാണ് ശിക്ഷ. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
അപ്പോൾ ആ ശിക്ഷ നല്ലോണം ചെയ്യാതെ ഒരു കാര്യത്തിന്, പ്രവർത്തനത്തിന്, ഇന്ന കുറ്റത്തിന് ഇന്നത് എന്നുള്ള വിധി നടത്താൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് നമ്മളുടെ നിയമങ്ങളെല്ലാം ഉണ്ട്. അത് ശിക്ഷ അത് നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേറ്റീവാണ്, ഇല്ലേ? നിയമനിർമ്മാണ സഭയാണ് നിയമം നടത്തുന്നത്. അതിനെ ജനങ്ങളിലേക്ക് ശിക്ഷയായിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നത് മീഡിയയാണ്. അതുകൊണ്ടാണ് മീഡിയ നമ്മളുടെ ഭരണത്തിന്റെ 4ാമത്തെ തൂണായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ ഇന്നയാള് കെട്ടിത്തൂങ്ങി, ഇന്നയാളുടെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറയാനുള്ള ഒരു കാര്യമായിട്ടല്ല പത്രധർമ്മം. നമ്മളുടെ കഥകൾ, കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിന് ഈ പത്രധർമ്മത്തിൽ പെടുത്തിയിരിക്കുന്നില്ല. പത്രധർമ്മം എന്താണെന്ന് ഈ മീഡിയകൾക്കൊന്നും ഇപ്പോൾ അറിഞ്ഞുകൂടതാനും. എന്താണ് പത്രധർമ്മം? ഈ ഒരു വാർത്ത ഇന്ന സ്ഥലത്തേക്ക് പറയല്ല, ആ വാർത്തയിലൂടെ ജനങ്ങളെ ശിക്ഷിക്കണം. എന്താണ് ജനങ്ങൾക്കുള്ള ശിക്ഷ? ഇന്നതായിട്ടുള്ള നിയമങ്ങൾ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ആ ഉന്നമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, സാമൂഹ്യ സമാധാനത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, ഉന്നമനം വേറെ വിധത്തിൽ വരേണ്ടതാണ്, ഉന്നമനത്തിനല്ല സമാധാനം, സോഷ്യൽ ആയിട്ടുള്ള ജീവിതത്തിന്റെ സമാധാനപൂർവമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഒരുപോലെ ഒരുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിയമങ്ങളാണോ നമ്മൾ പാസാക്കിയിട്ടുള്ളത് അതൊക്കെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ധർമ്മം? പത്രങ്ങളുടെ ധർമ്മം. അതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. പണ്ട് വിഷ്വൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പത്രധർമ്മം എന്ന് പറയാൻ കാര്യം. ഇപ്പോൾ എല്ലാ മീഡിയയുടെയും ധർമ്മം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മീഡിയകളിലേക്ക് എല്ലാ നിയമനിർമ്മാണം കഴിയുമ്പോഴത്തേക്കും അത് മീഡിയയെ ഏൽപ്പിക്കണത്. ആ നിയമം എവിടെയൊക്കെ എങ്ങനെ ലംഘിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന അപകടം ഇന്ന സ്ഥലത്ത് നടന്നു എന്ന് പറയുമ്പോൾ പത്രധർമ്മം ആകണമെങ്കിൽ ഈ അപകടം നടന്നതിനെ വൈകാരികമായിട്ട് വിവരിക്കുകയല്ല വേണ്ടത്. പത്രധർമ്മമാണെങ്കിൽ ഇന്ന നിയമങ്ങളുടെ ലംഘനം കൊണ്ട് ഇന്ന വലിയ അപകടങ്ങൾ ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാനും ഈ നിയമത്തിന്റെ ആവശ്യകത ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ട് എപ്പോൾ പത്രങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ മീഡിയകൾ പ്രവർത്തിക്കും അപ്പോൾ മാത്രമേ അത് പത്രധർമ്മം എന്താണെന്ന് ശരിക്ക് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിലും ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലും ഒക്കെ പോകുന്ന പത്രങ്ങൾ പത്രധർമ്മമല്ലാതെ അടച്ചുപൂട്ടണം. വൈകാരികമായിട്ടുള്ള ആ ഭാവത്തെ ഉണർത്തിക്കൊണ്ട് പത്രങ്ങളുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു മീഡിയകളുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ മീഡിയ ചെയ്യുന്നതെങ്കിൽ അത് ആ ഒറ്റക്കാരണം കൊണ്ട് തന്നെ അത് അടച്ചുപൂട്ടാൻ വിധിയുണ്ടാകണം. ചെയ്യേണ്ടത് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ ആ വാർത്ത എങ്ങനെയാണ് നമ്മളുടെ നിയമം നടപ്പാക്കിയതുകൊണ്ട് ഉണ്ടായ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള വാർത്ത, നിയമം പാലിക്കാഞ്ഞത് കാരണം ഉണ്ടായ ആ അപകടം എങ്ങനെ ഉണ്ടായി, ഇതിനെ നമ്മൾ നിലവിലുള്ള നിയമങ്ങളെ സംഭവിച്ചിട്ടുള്ള ആ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി അതുകൊണ്ട് സുഖമാണോ അതുകൊണ്ട് അപകടമാണോ സംഭവിച്ചതെന്ന്
ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ നിയമങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ വർത്തിക്കുന്ന പത്രങ്ങൾക്കോ മീഡിയകൾക്കോ മാത്രമേ ഭരണത്തിന്റെ നാലാമത്തെ തൂണായിട്ട് വർത്തിക്കാൻ യോഗ്യതയുള്ളൂ. മറ്റ് പത്രങ്ങൾക്കൊന്നും അല്ലെങ്കിൽ മീഡിയകൾക്കൊന്നും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇതൊന്നും അറിയാതെയാണ് ഭരണം നടത്തുന്നതും ഭരണം നമ്മൾ അനുഭവിക്കുന്നതും. മനസ്സിലാണ്ടോ? അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ എന്താണ് ശാസ്ത്രം എന്നൊക്കെയും അതെങ്ങനെയാണ് ഭരണത്തിന്റെ നെടുന്തൂണുകളിലൊന്നായി മാറിയിട്ടുള്ളത് എന്നുമൊക്കെ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനിയൊരു അവസരത്തിലാകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് മതി. ശാസ്ത്രം ശാസിക്കപ്പെടേണ്ടതാണെന്ന് ഉറയ്ക്കുക. അപ്പോൾ ശാസ്ത്രം ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് സമയം അതിക്രമിച്ചു പോകുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ.